അപ്പോൾ ഗൈസ് ഞാൻ വെറുതെ ഷാൾ എടുത്തിട്ടുണ്ടായിരുന്നെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 3 ലവ്ലി സ്റ്റാർസ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ കുറേ പേര് ഞങ്ങളുടെ വീഡിയോ കാണുന്നത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനാണ്. അപ്പോൾ ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബും കമൻറ്റുകളും ചെയ്യണം കേട്ടോ. ഇന്ന് കമൻറ്റ് എന്നെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് കുറവാണ് തരുന്നത്, എങ്കിലും കുഴപ്പമില്ല. കമൻറ്റ് നിങ്ങൾ എന്നെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ക്രാഫ്റ്റ് ആയതുകൊണ്ടാണ് അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതൊക്കെ. ഒത്തിരി ഹാർഡായിട്ടൊന്നും എടുത്ത് ഞങ്ങൾക്ക് പറ്റുന്ന ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിനായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ കാർബോൺ ആണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ. ഇത് ഒരു കളർ പേപ്പർ, ഒരു ഭംഗിക്ക് ഇതാണ് വേണ്ടത്. നമുക്ക് A4 ഷീറ്റോ അല്ലെങ്കിൽ സാധാരണ ഒരു പേപ്പർ എടുക്കാം കേട്ടോ. ഇത് ചുമ്മാ ഒരു ഭംഗിക്ക്, ഇത് പിന്നെ ഒരു ഭംഗിക്ക്, ഇതെല്ലാം ഭംഗിക്കാണ്. ഇത് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പെൻസിൽ എടുക്കാം. ഇതൊരു സ്കെയില്, മനസ്സിലാക്കുന്നില്ലേ? ഇത് സിസർ, ഇത് ടേപ്പ്. ഇത്ര ഉപകരണമാണ് നമുക്ക് ആ സംഭവം ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാനല്ല ചെയ്യുന്നത്, ആയിരിക്കും അവൻ തന്നെയായിരിക്കും, അവനാണ് ചെയ്യുന്നത്, ആ നെയ്ഡ്. അപ്പോൾ ഞാനല്ല ചെയ്യുന്നത്, ഞാൻ വെറുതെ ഇത് വീഡിയോ എടുക്കുന്നതായിരുന്നു, ഇതിനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ശ്രമിക്കാം. കമാൻഡോ ഇത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടേപ്പ് ഇരിക്കുന്നുണ്ടല്ലേ, വാ എന്തൊരു ബ്യൂട്ടിയല്ലേ, നൂറ് ഇത് കുറേ ദിവസമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് കിടക്കാതെ. അപ്പോൾ ഗൈസ്, നമ്മൾ അതിനായിട്ട് ഫസ്റ്റ് ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാം ആയിട്ട് എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ പേപ്പറോ സാധാരണ പേപ്പറോ എടുക്കാം. നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്യണേ. ചെരുപ്പി വിട്ടുള്ളൂ ഇല്ല, ചെരുപ്പി വിടില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്തായിട്ട് ടേപ്പ് എടുത്തിട്ട് തലയും കുത്തിക്കണം. ആവശ്യത്തിനനുസരിച്ച് മുറിക്കണം. ഇത് ആവശ്യത്തിന് കുറവാവാനാണ്. നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ടേപ്പ് എടുത്തിട്ട്, പേപ്പർ ടേപ്പോ നമുക്ക് സെല്ലോ ടേപ്പ് ഉപയോഗിക്കാം. കാരണം സെല്ലോ ടേപ്പ് നമ്മൾ പെട്ടെന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടിരുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കാണണം. കഴിഞ്ഞില്ലേ, ഒട്ടിക്കണം. ചിലപ്പോൾ ഈ കോമ്പിനേഷൻ കാണില്ല. ഇതുപോലെ നമ്മൾ ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് കറക്റ്റായിട്ട് ഒട്ടിച്ചില്ല. എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഇതങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഹാഫ് പുറത്ത് വരുന്നതായിട്ട് വേണം എടുക്കാൻ. കുറച്ച് നമുക്ക് കുറച്ച് പേപ്പർ ഒട്ടിച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നമുക്ക് തിരിച്ചു വെച്ചിട്ട് അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ബാക്ക് സൈഡ് ഒട്ടിക്കണം. ബാക്ക് സൈഡ് എടുത്തിട്ട് പുറകിലായിട്ട് ഇവിടെ വന്ന് ബാലൻസ് വന്നിരിക്കുന്ന ടേപ്പ് എടുത്ത് ഇവിടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണേ. ഇവിടെ ചെറുതായിട്ട് ഇവിടെ ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്, അപ്പോൾ അവിടെയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഭയങ്കര ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണേ. പഴയതുപോലെ തന്നെ ബാക്ക് സൈഡ് ഒട്ടിച്ചു. കവർ ഗമ്മുണ്ടെങ്കിൽ ഗമ്മ് യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഗമ്മ് തീർന്നു പോയത്, അതാണ് ഈ ടേപ്പ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇതാക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഗമ്മ് ഉപയോഗിച്ച് ഒത്തിരി നേരം എടുക്കും. അത് ശരിയാ, പറഞ്ഞും പോകും, അതാണ് പ്രശ്നം. ചില സമയത്ത് ചോദിരിക്കത്തുമില്ല, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും ഇരിക്കത്തില്ല. തെന്നി വേറെ ചിലപ്പോൾ നമ്മൾ ഈ സൈഡ് മാത്രം വെച്ചെങ്കിൽ ഇവിടം വരെ കയറി വരും. പക്ഷെ നല്ലത് ഗമ്മ് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ടേപ്പാണെങ്കിൽ എപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. ഗൈസ്, നമ്മളെ മറ്റേ സൈഡ് ഒട്ടിച്ചാൽ തന്നെ ഈ സൈഡ് നമുക്ക് ഒട്ടിക്കാം കേട്ടോ. അയ്യോ, കറക്റ്റായിപ്പോയി. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ കാർഡ്ബോർഡ് വേണമെന്നില്ല കേട്ടോ, ഒരു ഭംഗിക്ക് വെച്ചേക്കണം. കാർഡ്ബോർഡ് തന്നെ നമുക്ക് ചെയ്യാം, മാറ്റി വെച്ചേക്കാം. അത് പിന്നെ അത് ആദ്യം അങ്ങ് മാറ്റത്തില്ലായിരുന്നു, ചുമ്മാ ഒരു ബാങ്കിക്ക് ഇരിക്കട്ടെ. ഇപ്പോൾ കൈ സൈഡിൽ ബാലൻസ് വന്നിരിക്കുന്ന ടേപ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. ഇതിൻ്റെ അകത്തിരിക്കുന്നതിനനുസരിച്ച് വേണമെങ്കിൽ 100 രൂപ 200 രൂപയ്ക്ക് ഇടാം. അയ്യോ, ലോക്കറാ, താക്കോല് മേടിച്ച് വെച്ചേക്കാം. അടച്ചു. നമ്മുടെ ഫയൽ അങ്ങനെ പോത്തേ. നിങ്ങൾക്ക് ഫയലായിട്ടോ പേഴ്സായിട്ടോ എന്തായിട്ട് വേണേലും എടുക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നേരത്തെ ഒരു ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് ഒരു വൈറ്റ് കളർ പേപ്പർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളായിരുന്നുണ്ടായിരുന്നേ. രണ്ടോ ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ ഇതിനേക്കാളും ഭംഗി ഇതിനാന്ന് തോന്നുന്നു. ഒരു കളർ പേപ്പർ എടുത്താൽ ഇതിനേക്കാളും നല്ല രസമായിരുന്നു. കാരണം
എല്ലാം വെച്ച് നോക്കുമ്പോൾ കളർ പക്ഷെ കൊള ഈ സൈഡ് മാത്രം ടേപ്പ്. ശരിയാ. പക്ഷെ ഇതിനകത്ത് കണ്ടോ നമ്മൾ മറ്റേ ഇതേ എനിക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഏതാ ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ കൈസ് നിങ്ങൾക്ക് ഇത് പേഴ്സായിട്ടോ ഫയലായിട്ടോ ഏത് വേണേലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൈസ് അതുപോലെ ഒന്ന് വീണ്ടും ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് കൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വേറെ ഡിസൈൻസ് ആഡ് ചെയ്യാം കേട്ടോ. ഡിസൈൻസോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ കുറച്ച് ഫ്ലവേഴ്സൊക്കെ. ഇവിടെ ഗം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിക്കാന്ന് പറഞ്ഞിരുന്നായിരുന്നു. പക്ഷേ ഗം ഇല്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് ഗം യൂസ് ചെയ്യാമായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് അടിപൊളിയാക്കാം. പേഴ്സാണെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ നമുക്കൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒട്ടിച്ചോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് വെച്ചാൽ തീർന്നു പോയി. അപ്പോൾ കഴിച്ച് ഞങ്ങളുടെ ക്രാഫ്റ്റ് വീഡിയോ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ ഒരു ഒന്ന് അതൊക്കെ പറഞ്ഞ് കമൻറ്റിലൊക്കെ കൊടുക്കണേ. ഒട്ടിച്ചാലും നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അതേപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുവാണേ. ഗൈസ് ഇപ്പോൾ ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി മേടിക്കണം, തീർന്നു പോയി. ഇനി അടിമലി പോകുമ്പോൾ വേണം മേടിക്കാൻ. ഗൈസ് ഞങ്ങളിങ്ങനെ ഒത്തിരി എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് ഒത്തിരി ഒന്നും എടുക്കത്തില്ല കേട്ടോ. മറ്റേ സെല്ലോ ടേപ്പ്, പക്ഷേ മറ്റേ ഈ പേപ്പർ ടേപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എന്ത് പറ്റി ഗൈസ്, ഇടയ്ക്കൊരു ആരുടെ മുടിയൊന്നും അറിയത്തില്ല. ചിലവരെയൊക്കെ എനിക്ക് സംശയമുണ്ട്. കട്ട് ചെയ്തേക്കും, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിത് ഈ ബാലൻസ് തന്നെ എഡ്ജ് ഇതുപോലെ തന്നെ ബാലൻസ് തന്നെ കുറച്ച് ടേപ്പ് കട്ട് ചെയ്ത് മാറ്റണേ ഗൈസ്. ഇത് അടച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. അതേ മാറ്റം ഗൈസ്. ഇതേ സെയിം തന്നെയാണ് ഇതും. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, കളറിന് ആയിട്ട് എല്ലാത്തിനും ആയിട്ട് എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് വെറുതെ ഈ പേപ്പർ ഇരിക്കുമല്ലേ, അപ്പം നമുക്ക് ഇത് എന്തെങ്കിലും ചെയ്യാനുണ്ടായി ഇന്നത്തെ തന്നെ അടിച്ചാണ് ഇങ്ങോട്ട് എന്ത് ചെയ്യാം അത് വെച്ച്. അപ്പോൾ ഇത് മാത്രമല്ല ഗൈസ്, ഇവൻ ലാസ്റ്റായിട്ട് ഒരു സംഭവം പറഞ്ഞു. ഞാനത് അവൻ എന്നോട് ആദ്യം പറഞ്ഞിട്ടും കൂടെ ഇല്ല. ഇപ്പോൾ പറയാണ്ട് പപ്പറ്റ് ഉണ്ടാക്കാമെന്ന് ഗൈസ്. ഇത് കഴിഞ്ഞു ഞാൻ വിചാരിച്ചു ഇത് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഗൈസ് പപ്പറ്റ് തന്നെയാണോന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാട്ടോ, ഞാൻ ചുമ്മാ കിട്ടിയൊരു പേരെടുത്ത് പറഞ്ഞു. അപ്പോൾ ഗൈസ് അവന് പോലും അറിഞ്ഞില്ല അതിൻ്റെ പേരെന്താണെന്ന്. എന്തോ ഉണ്ടാക്കുന്നുണ്ട്, എന്തോ അതൊന്ന് ഫോൾഡ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കാത്തില്ലായിരുന്നു നമ്മൾ തന്നെ ഇങ്ങനെ. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം എടുത്തിട്ട്, അപ്പോൾ ഗൈസ് കളർ പേപ്പർ തന്നെ വേണമെന്നില്ല, ഒരു പേപ്പർ എടുത്തിട്ട് അത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം ഇങ്ങനെ. അന്നേരം ഈ കറക്റ്റ് എഡ്ജ് രണ്ടും ഷാർപ്പായിട്ട് വരുന്ന രീതിയിൽ. എന്നിട്ട് ഈ ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഈ സ്ക്വയർ കിട്ടും. ഗൈസ് മറ്റേ ബോട്ട് ഉണ്ടാക്കില്ലേ അതേ സംഭവം തന്നെ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ വെക്കണം, ഈ വരയിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കണം ഗൈസ്. നമ്മുടെ ഈ ലൈന് പോയേക്കുന്ന സ്ഥലത്തായിട്ട് നമ്മുടെ ഇവിടെ ലൈൻ കാണാവോന്ന് അറിയത്തില്ല, വേണമെങ്കിൽ ലൈൻ ഒന്ന് ഡാർക്ക് ആക്കി തരാം. കാണാറുണ്ടോ? കാണാൻ പറ്റുമോ? ഒന്നുണ്ടോ? ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണേ. ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അടുത്ത എഡ്ജ് ഇതുപോലെ തന്നെ ഇവിടെയാണ് 4 എഡ്ജും സെയിം ആയിട്ട്. അപ്പോൾ ഗൈസ് 4 സൈഡും നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്യണം ഒരേ ഇതായിട്ട് സെയിം ആയിട്ട്. ഇതിന് ഗമ്മ ആവശ്യമുണ്ടോ? ടേപ്പ് പോലും ആവശ്യമില്ല.
ഇപ്പൊ നോക്കുവാണെങ്കിൽ എന്തോ ഒരു ഹെക്സഗൺ അതല്ലോ എന്തോ ഒരു സ്ക്വയർ അല്ലടാ ഒരു ഹെക്സഗണിന്റെ ഒരു മറ്റേ അങ്ങനെ വിടില്ലേ അത് എന്തോ എന്താന്നറിയില്ല ഗൈസ് എന്തോ ഒരു ഷേപ്പ് പറയായിരുന്നു സ്ക്വയർ അല്ലടാ ഇതിങ്ങനെ ഒരു സെറ്റ് സ്ക്വയർ വേറെ നീ എന്തി പറഞ്ഞേ ഗൈസ് എന്തായാലും പറഞ്ഞത് ഒരു സ്ക്വയർ ഷേപ്പ് ആയിട്ട് വരിക ഇത് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വെച്ചിട്ട് പിന്നെ ഈ രീതിയിൽ മടക്കണം. ഗൈസ് നമ്മൾ ബാക്ക് സൈഡ് ഇതുപോലെ മടക്കണേ. നമ്മൾ മറ്റേ എയറോപ്ലെയിൻ ഉണ്ടാക്കുന്നിടത്ത് മടക്കല്ലേ അതുപോലെ 4 സൈഡും മടക്കാന്നുള്ളൂ. ലാസ്റ്റ് നമുക്ക് പെട്ടെന്ന് എനിക്ക് തെറ്റുന്നതാണ്, എനിക്കറിയാം. തെറ്റ് പറ്റാണ്ടിരിക്കില്ല. അപ്പൊ ഗൈസ് ഇത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആവുന്നില്ല, കുറച്ച് ഇതായിട്ട് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യണം കുറേ ചെയ്യുന്നത്. അപ്പൊ ഗൈസ് എന്നിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ഇത് ഫോൾഡ് ചെയ്യണേ. ഇത് കണ്ടില്ല ഇതുപോലെ എന്നിട്ട് ഇത് രണ്ടായിട്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. കറക്റ്റാക്കി ഇടത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. അങ്ങനെ ഫോൾഡ് ചെയ്യണം. എനിക്ക് തോന്നുന്നു മറ്റേ നമ്പർ ഇട്ടെടുക്കുന്നില്ലേ. അതെ ഗൈസ് പിന്നെ ഇങ്ങോട്ട് മടക്കണം. ഇതല്ലേ ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു പരിപാടിയാണ്. രണ്ട് കൈ കുത്തി കയറ്റുക. 2 കൈയോ 2 വിരല്? 2 വിരല്. 2 കൈയും വേണം. പക്ഷെ കൈ എന്നിട്ട് ഇങ്ങനെ കിട്ടണം. എനിക്കിതിന്റെ പേരൊന്നും അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് കളിക്കാൻ ഇത്തിരി ഇഷ്ടമാണ്. ലക്കൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഗൈസ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു കമന്റ് ചെയ്യാനായിട്ട്. എന്തായാലും നമ്മൾ പറഞ്ഞിരുന്നേ അമ്മ അത് മാത്രമല്ല, നിങ്ങൾ അടുത്തായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞൊരു ഗെയിം തരുവാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് കമൻറ്റിൽ പറയണം. കമൻറ്റിൽ പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നെയിം മീറ്റിംഗ് ചാലഞ്ച് ഇത് നെയിം വെച്ച് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല ഞങ്ങൾ ഇതിനകത്ത് അവരുടെ നെയിം എഴുതിയിട്ടായിരിക്കും ഞങ്ങൾ കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ